നമ്മൾ അറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിപ്പോ ഈ എക്സാം എഴുതുന്നത്. ഇപ്പൊ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണം. നമ്മളോട് മത്സരിക്കുന്ന അത്ര ആളുകളുണ്ട്, അവർക്കിടയിൽ നമുക്ക് മുന്നിലെത്തണം. നിങ്ങൾ വരാൻ പോകുന്ന ആ 1,40,000-ഓളം കുട്ടികൾ കേരളത്തിൽ നിന്ന് എക്സാം എഴുതുന്നുണ്ടെന്നാണെങ്കിൽ അതിൽ ആദ്യത്തെ 1,500 നിങ്ങൾ വരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ഇനി നമ്മുടെ എക്സാമിന് 42ഓളം ദിവസങ്ങൾ. കുറെ പേരൊക്കെ തന്നെ ഓക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ഒരു സമയത്ത് പോലും നമ്മളായിട്ട് വരുത്തി വെക്കുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതായത് നമ്മുടെ നീറ്റ് എക്സാമിൽ ഏറ്റവും നല്ല സ്കോറിലേക്ക് നമ്മൾ പോകുമായിരിക്കും. ഇപ്പോഴും 300-ൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് 600-ൽ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷെ അവൻ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ആയിരിക്കാം നമ്മുടെ മാർക്കിന് ഇല്ലാണ്ടാക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് പറയട്ടെ, ഇപ്പോഴും നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഫസ്റ്റ് കാര്യം, മക്കൾ ഇനി NCERT അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, വേറെ ഒന്നുമില്ല. NCERT കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക. അത് ഇത്രയും കാലം നമ്മൾ എന്നും ഈ ചാനൽ തുടങ്ങി അന്ന് മുതൽ പറയുന്ന കാര്യമാണ് NCERT. നിങ്ങളോടാണെങ്കിലും നിങ്ങൾ എൻട്രൻസിന് പഠിക്കാൻ തുടങ്ങിയെന്ന് മുതൽ നിങ്ങളോട് നിങ്ങളുടെ ടീച്ചേഴ്സും പറയുന്നുണ്ടാവും NCERT നന്നായിട്ട് പഠിക്കാം. മക്കളെ, ഈ ഒരു സമയത്ത് ഇനിയുള്ള ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ചിലപ്പോൾ ചില ആൾക്കാർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇവരാണ് ചിലപ്പോൾ ഏറ്റവും അവസാന സമയത്ത് റിസൾട്ട് കൊണ്ടുവച്ച് കളയാം. എന്നാൽ വേണ്ടാത്ത കുറെ കാര്യങ്ങളുടെ പിന്നാലെ പോകും. അപ്പൊ നമ്മൾ വേണ്ട കുറെ കാര്യങ്ങൾ അങ്ങ് മറന്നു പോകും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, കറക്റ്റായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതിനെ മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ അത് NCERT-ക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ചിലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതെന്നെ മറ്റേ സാറ് പഠിപ്പിച്ചാണ്, അന്ന് സാറ് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നത്, അതിനുശേഷം ആ സാറ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ സാറ് പഠിപ്പിച്ച നോട്ടിലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിൽ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു സാധനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല, കാരണം അതൊക്കെ സാറ് പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാം, NCERT-ൽ ഇതില്ലാന്ന് അറിയാം. പക്ഷെ എന്നാലും ശരി, നിങ്ങൾ അവസാന സമയത്ത് അത് വേണ്ടാതെ നോക്കി സമയം കളയാം. എന്റെ കുഞ്ഞുങ്ങളെ, നമുക്ക് ഇത്ര പഠിക്കാനുണ്ടെങ്കിൽ അത് ഇത്രയും പഠിക്കാം. നമ്മളിപ്പോ അറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എൻട്രൻസ് എക്സാം. നിങ്ങൾക്ക് ഇത്രയും പഠിക്കേണ്ട സാധനത്തിന് അത് കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക. അല്ലാതെ അതിന് പകരം അവിടെ MTG, അരിഹന്ത്, GRB എല്ലാ മെറ്റീരിയലും കൂടെ എടുത്തു വെച്ചിട്ട് അതിനുള്ള വേണ്ടാത്തൊക്കെ ഇനി കൊണ്ടുവച്ച് ചെയ്യുക. നമ്മൾ ചെയ്തു പോകുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം അതായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് മാത്രം ഇനി പഠിച്ചാൽ മതി. ഇനി പുതിയായിട്ട് ഒരു ബുക്കിന്റെ പിന്നാലെ പോലെ, പുതിയ മെറ്റീരിയൽസിന്റെ പിന്നാലെ പോകരുത്, പുതിയ ക്വസ്റ്റ്യൻസിന്റെ പിന്നാലെ പോകണ്ട. നിങ്ങൾ പഠിച്ചെന്നെ മതിയടാ. നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാംസ് നല്ല ഈസി ആയിരിക്കും. അത് അടിപൊളിയായിട്ടുള്ള എക്സാം ആയിരിക്കും. മെയ് 5-ാം തീയതി നിങ്ങൾ എഴുതാൻ പോകുന്നത്. പിന്നെ ചുമ്മാ ഇരുന്ന് ടെൻഷനായിട്ട് എല്ലാം വരുന്നത് നശിപ്പിക്കാൻ നിൽക്കണ്ട. അപ്പൊ NCERT അതിൽ കുത്തിയിരുന്നിട്ട് പഠിച്ചോളാം. വേണ്ടാത്ത ഒന്നും പഠിക്കേണ്ട. അധ്യാപകർ അത് പഠിപ്പിച്ചു, ഇത് പഠിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പഠിക്കട്ടെ, ഇതൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാം വേണ്ടത് അത് മാത്രം പഠിച്ചാൽ മതി. ഇനി അങ്ങോട്ട് ഇനി വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങളുടെ മുന്നേ ഇതേ വഴിയിലൂടെ കടന്നുപോയ ആൾക്കാരില്ലേ, നിങ്ങളൊരു 5 വർഷം മുതൽ പോയ ആളുകളൊക്കെ എടുത്തോ. കഴിഞ്ഞ വർഷമോ അതിന് മുന്നിലത്തെ വർഷമോ ഇങ്ങനെ 5 വർഷത്തെ കാറ്റഗറി നിങ്ങൾ എടുത്തോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നോക്ക്. അവിടെ എന്തെങ്കിലും പുറത്ത് ചോദിക്കണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ കുറെ പുറത്തു പോയിട്ട് പഠിക്കാൻ നിൽക്കുന്നേ? NCERT-ക്കുള്ളിൽ ഒതുങ്ങിയെന്ന് പഠിച്ചാൽ പോരെ? മതി. നിങ്ങള് ചിലപ്പോൾ ഒരു കുട്ടി ഇരിക്കുന്നു, കുട്ടി എക്സാമിനോട് ഇങ്ങനെ അടുക്കും. നമുക്ക് ഇപ്പോൾ ഉള്ള പോലെ തന്നെ 10-40 ദിവസമുള്ള സമയത്ത് എല്ലാ ബുക്കും നിരത്തി വെച്ചിരിക്കും. ഈ ബുക്ക് മൊത്തം നിരത്തി വെച്ചിട്ട് ഇത് കുറച്ച് വായിച്ചു, അയ്യോ അടുത്തടുത്ത് അത് വായിച്ച്. മക്കളെ, ചെയ്യുന്ന വലിയ മണ്ടത്ര അത്. അതായത് ഇതൊക്കെ വേണ്ടാത്ത കുറെ സാധനം എടുത്ത് പഠിക്കാൻ, നമ്മൾ അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിപ്പോ ഈ എക്സാം എഴുതുന്നത്. ഇപ്പൊ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണം. നമ്മളോട് മത്സരിക്കുന്ന അത്ര ആളുകളുണ്ട്, അവർക്കിടയിൽ നമുക്ക് മുന്നിലെത്തണം. നിങ്ങൾ വരാൻ പോകുന്ന ആ 1,40,000-ഓളം കുട്ടികൾ കേരളത്തിൽ നിന്ന് എക്സാം എഴുതുന്നുണ്ടെന്നാണെങ്കിൽ അതിൽ ആദ്യത്തെ 1,500 നിങ്ങൾ വരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ MBBS-ന് സീറ്റ് കിട്ടാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് കുറെ അറിവുണ്ടാക്കി ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതിനല്ല നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, നല്ല ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടാ, അതിനു വേണ്ടിയിട്ടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വേണ്ടാത്ത ബുക്കുകളൊന്നും പഠിക്കേണ്ട. അത് പഠിക്കുന്നതുകൊണ്ട് കിട്ടുകയില്ല. ഈ സമയത്ത് നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് നമ്മുടെ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഇത്രയും സാധനങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു, പകരം ഇത്രയും നമ്മൾ പഠിച്ചുള്ളൂ. ഈ പഠിച്ചത് എന്ന് നമ്മൾ മനസ്സിൽ കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റൂലടാ. ഇത്രയും പഠിച്ചു വെച്ചിട്ട് എക്സാമിന്റെ അന്ന് നമ്മൾ ഫുള്ള് കൺഫ്യൂഷനോ, അയ്യോ അതേതായിരുന്നു ഇതേതായിരുന്നു, നമുക്ക് അറിയുന്ന പോലെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഒരു കാര്യം കേൾക്കുക കുഞ്ഞുങ്ങൾ, നിങ്ങളിപ്പോ +2 കഴിഞ്ഞവരാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഒരു ചിട്ടയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ +2 ഓൾറെഡി പഠിച്ചു.
നിങ്ങൾ നന്നായിട്ട് പ്ലസ് ടു പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. ഇനി പ്ലസ് 1 കൂടി വരാൻ പോകുന്ന ഒരു 40-42 ദിവസം അടിപൊളിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങൾക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്തിനു വെറുതെ ചുമ്മാ വേറെ ഓരോന്നും ആലോചിക്കുന്നത്? വേറെ ബുക്കൊന്നും വേണ്ട, NCERT മതി. അതിനുള്ളിൽ നിങ്ങളുടെ അറിവുകളെ കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തുക. ബയോളജിയിലാണെങ്കിൽ 90 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 360 ഔട്ട് ഓഫ് 360 ബയോളജിയിൽ വാങ്ങിക്കാൻ ഉറപ്പായിട്ടും ഇന്ന് തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം വെറുതെ ചുമ്മാ വേറെ ഓരോന്നും ആലോചിച്ചിരിക്കേണ്ട. നിങ്ങൾ കഴിഞ്ഞു പോയ ആളുകളെ ഓർത്ത് നോക്കുക, അവരോട് വേണേ മക്കൾ ചോദിച്ചു നോക്കുക, അവർ നിങ്ങൾക്കൊരു മറുപടി തരും. അവസാന നാളുകളിൽ ഞാൻ പഠിച്ചത് NCERT ആണ്. ബയോളജിയിൽ ഞാൻ റീകളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് NCERT ബേസ്ഡ് ആണ്, NCERT കണ്ടന്റുകളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് എല്ലാവരും നിങ്ങൾക്ക് തരുന്ന ഉത്തരം. ഇന്ന് മെഡിക്കൽ കോളേജിൽ, ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഏത് കുട്ടിയും നിങ്ങൾക്ക് തരാൻ പോകുന്ന ഉത്തരം ഇത് തന്നെയാണ്. ഫിസിക്സിൽ നിങ്ങൾ ന്യൂമറിക്കൽസ് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്തേ പറ്റും. കെമിസ്ട്രിയിലും മക്കള് ഫിസിക്കൽ കെമിസ്ട്രിയിൽ കുറെ ന്യൂമറിക്കൽസ് ചെയ്യണം. എല്ലാം പക്ക NCERT ബേസ്ഡ് ആയിട്ട് എന്റെ കുഞ്ഞുങ്ങൾ പോയാൽ മതി. വെറുതെ കുറെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തു വെച്ചിട്ട് വെറുതെ ചുമ്മാ ടെൻഷൻ ആവണ്ട, അടിപൊളിയായിട്ട് പഠിക്കടാ. ഇപ്പോഴും നമ്മൾ വൈകി പോയിട്ടില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പോഴും JPCയിലേക്ക് വേണേ വരാം. നമ്മുടെ ക്രാഷ് പ്രോഗ്രാം 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ 25-ാം തീയതി തുടങ്ങാൻ പോകുന്ന ക്രാഷിന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂളും എല്ലാ കാര്യങ്ങളും ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് തരുന്നതാണ്. ആ ഒരു ബേസിസിൽ നിങ്ങൾക്ക് വേണേൽ പഠിച്ചു പോവാം. ഇന്നത്തെ ദിവസം, അതായത് ഓരോ ദിവസങ്ങളിലും 3 സെഷൻസാണ്. ഒരു ദിവസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ 2.5 മണിക്കൂറിന്റെ 3 സെഷൻ. അങ്ങനെ ഇന്നിപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ നാളെ ഇന്ന് എന്തൊക്കെയാണോ പഠിച്ചത് അതിന്റെ എക്സാംസ് ഉണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഒരു മെഗാ ടെസ്റ്റ്, നീറ്റ് പോലെ തന്നെ. അങ്ങനെ ഏപ്രിൽ 28 ആവുന്ന സമയത്ത് നമ്മുടെ പോർഷൻസ് ഒക്കെ തീരും. അത് കഴിഞ്ഞ് പിന്നെ കുറെ മോഡൽ എക്സാംസ്, ഇതൊക്കെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് എങ്ങനെയാണ് എൻട്രൻസിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെ പഠിച്ചെടുക്കുക, കറക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റത്തിൽ നിങ്ങളെ കൊണ്ടുപോകാൻ നമ്മുടെ JPSന്റെ ടീമിന് പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറയാം, ഈ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ശതമാനക്കണക്കിൽ അത് JPSന് തന്നെയാണ്. കുറഞ്ഞ കുട്ടികൾ വന്നിട്ട് അവർ ഏറ്റവും നല്ല റിസൾട്ട് എടുപ്പിക്കാൻ നമ്മുടെ JPSന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊയിലാണ്ടിയിൽ ഏറ്റവും അടിപൊളി റിസൾട്ട് ഈ കേരളത്തിന് കൊടുക്കാൻ ഈ കൊയിലാണ്ടിയിലെ കുഞ്ഞു സ്ഥാപനമായിട്ട് നമ്മുടെ JPSന് സാധിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ വരാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ പൾസ് അറിഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ മക്കൾ ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾക്ക് പോന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോയിക്കോളും. നോമ്പ് മാസമൊക്കെയാണ്, പലർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ അതിന് വേണ്ട എല്ലാ സൗകര്യവും നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തരും കേട്ടോ. നിങ്ങൾ ധൈര്യത്തോടുകൂടി വന്നാൽ മാത്രം മതി. ഇപ്പൊ നമ്മുടെ ക്രാഷ് പ്രോഗ്രാമിന് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് വലിയ ഭീമമായ എമൗണ്ട് ഒന്നും നിങ്ങളിരുന്ന് വാങ്ങിക്കുന്നില്ല, ചെറിയ എമൗണ്ട് മാത്രമേ വാങ്ങിക്കുള്ളൂ. ഓൺലൈനിലേക്ക് മക്കൾ വരികയാണെങ്കിൽ ഓൺലൈനിൽ നിങ്ങളെടുത്ത് ചെറിയ പൈസ മാത്രം 1999 രൂപയാണ് നിങ്ങളിരുന്ന് വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിലും അഡ്മിഷൻ എടുക്കാം. അപ്പൊ മക്കൾ ഇനി ആലോചിച്ച് നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് JPSന്റെ ക്രാഷിന്റെ പാട്ടാവാൻ നോക്ക്. ഇനി പോര് ഇനി വീട്ടിലിരുന്നിട്ടാണെങ്കിലും ശരി NCERT നന്നായിട്ട് പഠിക്കാം. കുഞ്ഞുങ്ങളെ വേറെ ഒന്നും വേണ്ടത് പഠിക്കാൻ പോലെ. അപ്പൊ നമുക്ക് വരാൻ പോകുന്ന മെയ് 5-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വീണ്ടും NCERT അത് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ പുറത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് എന്ത് വേണേ ഇവിടെ പറയാം. ഞാൻ ഗ്യാരണ്ടി മക്കളെ ഉറപ്പായിട്ടും NCERTക്ക് പുറത്തൊന്നും ചോദിക്കൂല. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിന് ഏറ്റവും വലിയ ഉത്തരമാണ്. ഓക്കെ, അപ്പം അവസാന സമയം 4 ദിവസം മത്സരിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ നമുക്ക് ഒന്നിച്ച് ഇവിടെ നിന്ന് പിടിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.